ത്രിയേക ദൈവത്തിന് സ്തുതി. വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ മാമോദീസയെ പറ്റിയാണ്. നമ്മൾ എന്തിനാണ് വിശുദ്ധ മാമോദീസ സ്വീകരിക്കുന്നതെന്ന് നോക്കാം. ഗലാത്യർ ലേഖനം 3:27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു: ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നത്രേ. ഇനി നമുക്ക് നോക്കേണ്ടത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-4 വാക്യത്തിൽ നമുക്ക് നോക്കാം. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്. ഇതാണ് നമ്മുടെ അപ്പോസ്തോലിക സഭകളുടെ യൂണിറ്റി. ഇതാണ് നമ്മുടെ ഐക്യം. ഈ ഒരു ഐക്യത്തിലാണ് 2000 വർഷത്തോളമായി നമ്മുടെ അപ്പോസ്തോലിക സഭ നിലനിൽക്കുന്നത്. യാക്കോബായ സഭയിലെ അംഗമായ ഞാൻ കാത്തലിക് സഭയിലെ അംഗമാകണമെങ്കിൽ എനിക്ക് ഒരിക്കലും വേറൊരു സ്നാനത്തിന് ആവശ്യമില്ല. സഭയുടെ സ്നാനം ഒന്നാണ്. അതാണ് അപ്പോസ്തോലിക സഭകളുടെ ഐക്യം. അതിൻ്റെ അകത്ത് നമുക്ക് വിശുദ്ധ കുർബാനയുടെ രീതി നോക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ അച്ഛന്മാരുടെ വേഷം നോക്കേണ്ട ആവശ്യമില്ല, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾക്ക് ആവശ്യമായിരിക്കേണ്ട കാര്യം വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, ആത്മാവ് ഒന്ന് എന്ന് കാണുന്നതാണ്. ഇനി 1 കൊരിന്ത്യർ 12:13 നമുക്കൊന്ന് നോക്കാം. നാം എല്ലാവരും ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. നമ്മൾ വിശുദ്ധ മാമോദീസ ഏൽക്കുന്നതിന് കാരണം നമുക്കിപ്പം മനസ്സിലായി. വിശുദ്ധ സഭ ഉണ്ടായത് 1-ാം നൂറ്റാണ്ടിൽ നമ്മൾ കണ്ടു. ആ സഭയിൽ വിശുദ്ധ ബൈബിളിൽ ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വാമൊഴിയായി നമ്മുടെ സഭാപിതാക്കന്മാർ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കാനോനിക നിയമങ്ങളായി ഇപ്പോഴും നിലവിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ സഭയുടെ അപ്പോസ്തോലിക സഭയുടെ പാരമ്പര്യത്തിലുള്ളതാണ് നമ്മുടെ ശിശുസ്നാനം എന്നത്. ഈ ഒരു ശിശുസ്നാനം വേണ്ട, ഇത് ശരിയല്ല എന്ന് പറയുന്നവർക്ക് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് നിങ്ങളതെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ടോപ്പിക്ക് ഇന്നിവിടെ ചെയ്യുന്നത്. കാരണം ഇതിനെക്കുറിച്ച് പല വിമർശനങ്ങളും വരുന്നുണ്ട്. നമ്മുടെ സഭയിലെ അംഗങ്ങൾക്ക് അത് മനസ്സിലാവാത്തത് കാരണം അവർ പല രീതിയിൽ ചിന്തിച്ച് മറ്റുള്ള ഈ ന്യൂജൻ സഭകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഇവിടെ ചെയ്യുന്നത്. ഇനി നമുക്ക് റോമാർക്ക് എഴുതിയ ലേഖനം 6:3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളുടെ ഒരു സമ്പരം ഒന്ന് നോക്കാം. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റത് നമ്മൾ എന്ന് ആദ്യം കണ്ടു. ഗലാത്യർ ലേഖനത്തിലും എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലും നമ്മൾ കണ്ടു. നമ്മൾ ഇനിയൊക്കെ നോക്കുന്നത് നാം എന്തിനാണ് വിശുദ്ധ മാമോദീസ സ്വീകരിക്കുന്നത് എന്നാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന്. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ച് എഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണ് നാം വിശുദ്ധ മാമോദീസ സ്വീകരിക്കുന്നത്. അപ്പോൾ വിശുദ്ധ മാമോദീസയിൽ കൂടി നമ്മൾ വീണ്ടും ജനനം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് കാണുന്നു. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ മാമോദീസയിൽ കൂടി വീണ്ടും ജനനം പ്രാപിക്കുന്നത്. 3:5 ഇങ്ങനെ കാണുന്നു: വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന്. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു എന്ന് കാണുന്നു. അപ്പോൾ നമ്മൾ പരിശുദ്ധ റൂഹായാൽ നമ്മൾ അവിടെ വീണ്ടും ജനിക്കപ്പെടുകയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ അന്ന് മുദ്രയിടുന്നത് അല്ലേ? ആ മുദ്ര നമുക്ക് എന്നും നിലനിൽക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുബന്ധിച്ച് നമുക്കൊന്ന് നോക്കാം. നമുക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞ് ജനിക്കുമ്പോൾ അവർ ചോദിക്കുമ്പോഴാണ് അവർക്ക് ആഹാരം കൊടുക്കുന്നത്. അല്ല പ്രിയ സുഹൃത്തുക്കളെ, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അറിഞ്ഞ് നമ്മൾ ചെയ്യുകയാണല്ലേ. അവർക്ക് വസ്ത്രം അവർ കൊടുക്കുന്നത് അവരോട് ചോദിച്ചിട്ടല്ല, നമ്മൾ അവർക്ക് അറിഞ്ഞ് എല്ലാം ചെയ്യുകയാണ്. ഇതുപോലെ തന്നെയാണ് എഡ്യൂക്കേഷനും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർ ചോദിക്കുമ്പോഴാണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്? അല്ല, നമ്മൾ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ട സമയത്ത് എല്ലാം തക്കതായ സമയത്ത് ചെയ്തു കൊടുക്കുന്നു ഇല്ലേ. ഒരു കുഞ്ഞ് വലുതായി അവനൊരു പ്രായപൂർത്തി ആകുമ്പോഴാണ് അവർ എഡ്യൂക്കേഷൻ സ്വീകരിക്കുന്നത് എങ്കിൽ
ഇപ്പോഴത്തെ കാലത്തെ ഏതെങ്കിലും ഒരു കുഞ്ഞു പറയും എനിക്ക് വിദ്യാഭ്യാസം വേണമെന്ന് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ സദൃശ്യവാക്യങ്ങൾ 22:6 കാണുന്നത് പോലെ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് കാണുന്നത്. ഈ ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടതാണ് നമ്മുടെ ദൈവിക വിദ്യാഭ്യാസം. അതിനാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വിശുദ്ധ മാമോദീസയിൽ കൂടെ സഭയിൽ അംഗമാക്കിയിട്ട് അവരെ സൺഡേ സ്കൂളിൽ ചേർത്ത് അവരെ നമ്മുടെ കർത്താവിൻ്റെ ഉപദേശങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. ആ കുഞ്ഞുങ്ങൾ ക്രിസ്ത്യാനിയായി തീർന്ന് ക്രിസ്തുവിനെ അനുസരിച്ച് നടക്കുന്നവരായി തീരുന്നത്. ഇതെല്ലാം കുഞ്ഞുങ്ങൾ വളരാൻ നോക്കിയിരുന്ന ഒരിക്കലും അവർ നടക്കേണ്ടുന്ന വഴിയിലല്ല അപ്പോൾ അവർ നടന്നു പോകുന്നത്. പിന്നെ നമുക്ക് അവർ പിടിച്ചാൽ കിട്ടുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഉപദേശിക്കേണ്ട സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു വിദ്യാഭ്യാസം കൊടുത്ത് നമ്മൾ നമ്മുടെ സഭയോട് ചേർത്ത് നിർത്തുന്നത്. നമ്മൾ വിശുദ്ധ മാമോദീസ സ്വീകരിക്കുമ്പോൾ നമ്മൾ വിശ്വാസികളായ 2 പേരൻസ് ആയിരിക്കും അല്ലേ, അവരുടെ ഗ്രാൻഡ് പേരൻസും ആയിരിക്കും. ഇനി നമുക്കൊന്ന് നോക്കാം. 1 കൊരിന്ത്യർ 4:7-14 എന്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. എന്തെന്നാൽ വിശ്വാസം സ്വീകരിച്ചിട്ടില്ലാത്ത ഭർത്താവ് വിശ്വാസിനിയായ ഭാര്യ മൂലം ശുദ്ധീകൃതനാകുന്നു. വിശ്വാസം സ്വീകരിച്ചിട്ടില്ലാത്ത ഭാര്യ വിശ്വാസിയായ ഭർത്താവ് മൂലം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാത്ത പക്ഷം അവരുടെ കുഞ്ഞുങ്ങൾ അശുദ്ധരായി പോകുമായിരുന്നു. ഇപ്പോഴോ അവർ ശുദ്ധരായിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2 പേരും വിശ്വാസികളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അപ്പോൾ ശുദ്ധരായി തീരുകയില്ലേ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ ഉടനീളം കാണുന്ന കാര്യമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യം, പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത് എന്ന് പറഞ്ഞത് നമുക്കെല്ലാം അറിവുള്ള സന്ദർഭങ്ങളാണല്ലോ. അപ്പോൾ അതുപോലെ നമ്മുടെ കർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പേരൻസ് വിശ്വസിച്ച് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവരെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ആ വിശ്വാസത്തെ നമ്മുടെ കർത്താവ് അംഗീകരിക്കാതിരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ വിശ്വാസത്താൽ കൂടി നമ്മുടെ കർത്താവ് മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്നത് പല ഉപമകളായി നമ്മൾ കണ്ടു അല്ലേ. അതിൽ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2:5 നാം കാണുന്നു, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്, വിശ്വാസം ഉള്ള ആൾ അല്ല അതിൻ്റെ മഹിമ കിട്ടാൻ പോകുന്നത്, വിശ്വസിക്കുന്ന ആരോ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അവർ യാചിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് വിശുദ്ധ ലൂക്കോസിലെ സുവിശേഷം 7 ശതാധിപന്റെ ദാസൻ സൗഖ്യം വന്നത്. ഇതും ആരുടെ വിശ്വാസമായിരുന്നു? ആ ശതാധിപന്റെ വിശ്വാസമായിരുന്നു. ഇനിയും വിശുദ്ധയുടെ സുവിശേഷം 15:21 അവിടെ കനാന്യക്കാരിയുടെ മകൾക്ക് സൗഖ്യം വരും നമുക്ക് കാണുവാൻ സാധിക്കും. ഇതെല്ലാം ഒരാളുടെ വിശ്വാസം മറ്റുള്ളവർക്ക് കിട്ടുന്ന മഹിമയെ കാണിക്കുന്നു. അവരുടെ സൗഖ്യവും അവർക്ക് കിട്ടുന്ന എല്ലാവിധമായ കൃപകൾ നമുക്ക് കാണുവാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇവിടെയും ഇത് തന്നെയാണ് നമ്മൾ സംഭവിക്കുന്നത്. വിശ്വാസിയായ പിതാവും മാതാവും ഗ്രാൻഡ് പേരൻസും അവരുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധ മാമോദീസയിൽ കൂടി സഭയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ വിശ്വാസമാണ് അതിന് ഇമ്പോർട്ടൻറ്റ്. ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവനെ ഉപദേശിച്ച് നമ്മുടെ കർത്താവിൻ്റെ പാതയിൽ കൂടെ നടത്തുന്നു. നമ്മളെ പിന്തിരിപ്പിക്കാൻ നോക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോസ്തല പ്രവൃത്തി 2:41 നാം കാണുമ്പോൾ അവൻ്റെ വാക്കെന്ന് വെച്ചാൽ പത്രോസ്ലീഹയുടെ വാക്കാണ്. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനം ഏറ്റു. അന്ന് 3000-ഓളം പേര് അവരോട് ചേർന്നു. ഇതിൻ്റെ അകത്ത് കുട്ടികൾ ഇല്ല എന്ന് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാവരും 3000-ഓളം പേർ എന്ന് പറയുമ്പോൾ അവിടെ കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നു ഇല്ലേ. നമ്മുടെ കർത്താവിൻ്റെ ഓരോ പ്രസംഗ സമയത്തും അല്ലെങ്കിൽ നമ്മുടെ സ്നേഹന്മാർ അവർ സുവിശേഷം പ്രസംഗിക്കുമ്പോഴും എല്ലായ്പ്പോഴും കുട്ടികളും സ്ത്രീകളും എല്ലാം ഉണ്ടായിരുന്ന ഒരു സംഘമായിരുന്നു അവരുടെ പ്രസംഗം കേട്ടിരുന്നത് അല്ലേ. അപ്പോൾ ഈ സമയത്തും അവിടെയും കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരും സ്നാനപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി അപ്പോസ്തല പ്രവൃത്തികൾ 10:44 വചനം കേട്ട എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് കാണുന്നു. അപ്പോൾ അതിനകത്ത് കുഞ്ഞുങ്ങളെ വേർതിരിച്ച് നിർത്തിയോ അവിടെ? ഇല്ല, എല്ലാവരും. ഇനി ലിഡിയായ ഫാമിലിയും സ്നാനമെടുക്കുന്നത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാൻ കഴിയും.
അതിൻ്റെ അകത്ത് പറയുന്നത് ലിഡിയായ കുടുംബവും സ്നാനമേറ്റു എന്നാണ്. ആ കുടുംബത്തിൽ കുഞ്ഞുങ്ങളുള്ളപ്പോൾ അവരെ മാറ്റി നിർത്തിയോ പ്രിയപ്പെട്ടവരെ? അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളുടെ അടുത്തേക്ക് വരുന്നവരോട് നമ്മൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. അപ്പോസ്തല സഭകളിൽ നമ്മൾ മാറിപ്പോകാതെ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് 2000 വർഷത്തെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അവർക്ക് ഈ കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കണം. നമ്മളോട് ചോദിക്കുന്ന ഇതാണ്, വിശുദ്ധ വേദപുസ്തകത്തിൽ ശിശുസ്നാനം ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാം അറിയുന്നത് പോലെ നമ്മുടെ കർത്താവിൻ്റെയും സ്നേഹിതന്മാരുടെയും സമയത്തുള്ള കാര്യങ്ങൾ ഒന്നും അതിനകത്ത് കുറച്ച് ഭാഗം മാത്രമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലേ? ബാക്കി എല്ലാം നമുക്ക് വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. ഇതാണ് നമ്മുടെ കാനൂനിക നിയമങ്ങൾ എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചുവല്ലോ. ഇനി നമുക്ക് നോക്കാൻ പോകേണ്ടത് ആർക്കാണ് വിശുദ്ധ മാമോദീസ നൽകാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് എന്നാണ്. അപ്പോസ്തല പ്രവർത്തികൾ 10:48 വിശുദ്ധ പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ കൽപ്പിച്ചു. വിശുദ്ധ പത്രോസ് അവരോട് പറയുകയാണ് അവരെ സ്നാനം കഴിപ്പിക്കാൻ. അപ്പോൾ ആരോടോ കൽപ്പിച്ചു. അത് നമ്മൾ അപ്പോസ്തല പ്രവർത്തികൾ 6 നമ്മൾ കണ്ടു, അല്ലേ? 7 ശമ്മാശന്മാരെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കണ്ടു. അതിൽ ഒരാൾ വിശുദ്ധ സ്തെഫാനോസ് ആയിരുന്നു, രക്തസാക്ഷ്യം പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇനിയുള്ളവർ 6 പേരായിരുന്നു. അവരോടാണ് നമ്മുടെ പത്രോസ് ശ്ലീഹ കൽപ്പിക്കുന്നത്, നിങ്ങൾ അവരെ സ്നാനം കഴിപ്പിക്കാൻ കൽപ്പിക്കുന്നത്. അല്ലാതെ പത്രോസ് ശ്ലീഹ സമൂഹത്തെ നോക്കിയിട്ട് പറഞ്ഞില്ല, നിങ്ങൾ ഒരാൾ പോയി അവരെ സ്നാനം കഴിപ്പിക്കാൻ പറഞ്ഞില്ല. അതിന് കൈവപ്പ് കൊടുത്ത ആൾക്കാരോട് മാത്രമാണ് പത്രോസ് ശ്ലീഹ അന്ന് കൽപ്പിച്ചത്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്യമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-19 വാക്യമാണ്. ആ കോണ്ടെക്സ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. നമ്മുടെ കർത്താവ് 11 സ്ലീഹന്മാരുമായി പറയുകയാണ്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിക്കാൻ ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവാൻ. അപ്പോൾ നമ്മൾക്ക് നോക്കേണ്ട കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആദ്യം സ്നാനം കഴിപ്പിച്ചും, പിന്നെ അവർ വളർന്നു വരുമ്പോൾ ഉപദേശിച്ചും, അവരെ പ്രമാണിക്കുവാൻ തക്കാണ് ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവാൻ പറഞ്ഞിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ വിശുദ്ധ മാമോദീസയിൽ കൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ സഭയുടെ അംഗമാക്കുന്നു. അതിനുശേഷം അവർ ഓരോ നിമിഷവും വളർന്നു വരുമ്പോൾ അവരെ നമ്മുടെ കർത്താവിൻ്റെ ഉപദേശങ്ങൾ അവർ പഠിപ്പിക്കുന്നു. അവർ വലുതാവുന്നതനുസരിച്ച് അവർ സൺഡേ സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നു, അവർ പഠിക്കുന്നു. അങ്ങനെ വിശുദ്ധ വേദപുസ്തകം അവർ ഗ്രഹിക്കുന്നു. അങ്ങനെയെല്ലാമാണ് അപ്പോസ്തല സഭ 2000 വർഷമായി നിലനിൽക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.